ദില്ലിയിലെ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിനോട് തന്നെ ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഇടപെടൽ, കേന്ദ്രത്തിൻ്റെ അവഗണന സംബന്ധിച്ച് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം. പക്ഷേ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ട ഒരു ആവശ്യം, കേരളം വലിയൊരു പ്രതിസന്ധിയിലായി, കോടികളുടെ നാശനഷ്ടമുണ്ടായി. നമ്മൾ 2200 കോടി രൂപ ആവശ്യപ്പെട്ടു, മെമ്മോറാണ്ടം നൽകി, പ്രധാനമന്ത്രി നേരിട്ട് അവിടെ സന്ദർശിച്ചു. അപ്പോഴൊക്കെ നമ്മൾ വളരെ പ്രതീക്ഷിച്ചു. പക്ഷേ വളരെ പരിമിതമായൊരു തുക, പൂർണ്ണമായ അവഗണനയാണോ ഇത്? ഇതൊരു ഫെഡറൽ സിസ്റ്റത്തിന് വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ച് 2000 ചില്ലാനം കോടി രൂപയാണ്. ഇത് വെറുതെ ഒരു കണക്ക് കൊടുത്തതല്ല. ആദ്യം കേന്ദ്ര ഗവൺമെൻറ് സമീപനത്തിൽ പ്രകൃതി ദുരന്തമെന്നായിരുന്നു. അപ്പോൾ 80% കിട്ടത്തുള്ളൂ. അത് മാറി ഇപ്പോൾ ദേശീയ ദുരന്തമേ 100% കിട്ടണം. പ്രധാനമന്ത്രി വന്ന് കണ്ടു, ദേശീയ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ, കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധികൾ വന്ന് കണ്ടു, അവിടെ ഡിസ്കഷൻസ് നടന്നു. ഞാൻ തന്നെ നിർമ്മലാ സീതാരാമനെ കണ്ടു, CM സംസാരിച്ചിരുന്നു. അപ്പോൾ അന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞ് കമ്മിറ്റി കൂടണം, അമിത്ഷായാണ് ചെയർമാൻ, പിന്നെ കൃഷി വകുപ്പ് മന്ത്രി ചവാനാണ്, അവരെല്ലാം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്നലെയാണ് കൂടിയത്. കമ്മിറ്റി കൂടിയിട്ട് 200 ചില്ലാനം കോടി എന്ന് പറഞ്ഞാൽ ദാനം തരുന്നത് പോലെയാണ്. ഇതിനൊരു മാനദണ്ഡമില്ലേ? അതേ സമയത്ത് ഇതിന് ശേഷം നടന്ന പല ദുരന്തങ്ങൾ, പഞ്ചാബ് ഉൾപ്പെടെ വാരിക്കോരി കൊടുത്തു, നമ്മൾ കൂടാതെ. അപ്പം നമ്മൾ കൊടുക്കണതിനെതിരല്ല, നമ്മളോട് എന്താണ് ചിറ്റപ്പം. ഇത് മാത്രമല്ല, ഇപ്പോൾ എയിംസ് വന്നു. എയിംസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോംസ് പൂർണ്ണമായി പാലിച്ചിട്ടാണ് കോഴിക്കോട് കൊടുത്തത്. വെറുതെ കോഴിക്കോട് എഴുതി കൊടുത്തതല്ല, അത് മുഖ്യമന്ത്രി എഴുതിയ കത്താണ് ഞാൻ കൊണ്ടാണ് കൊടുത്തത്. അതിനെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കേന്ദ്രത്തിന് പറയാം. അതിന് പകരം ഇത് തരുന്നേയില്ല. ഇതൊന്നും ഔദാര്യമല്ല, കേന്ദ്രം നൽകേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ വയനാടിനെ സംബന്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകും. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനുള്ള കരുത്തും കഴിവൊക്കെ കേരളത്തിനുണ്ട്. പക്ഷെ നമുക്ക് തരേണ്ട സഹായം തരണം. ആ കാര്യത്തിൽ ഈ കേരളത്തിലെ BJP-ക്കാരും കണ്ണുറക്കണം. അവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ ഈ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇതൊരു അവഗണനയാണ്. ഫെഡറൽ സിസ്റ്റത്തെ തകർക്കുന്ന ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. 200 ചില്ലാനം കോടി അല്ലല്ലോ, നമ്മൾ 2000 ചില്ലാനം കോടി രൂപ എല്ലാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി. നമ്മുടെ തന്നെ ചീഫ് സെക്രട്ടറി, അത് വേണുവാണ് ചീഫ് സെക്രട്ടറി. അവിടെ അവർ ഈ സംഭവം നടന്നപ്പോൾ തന്നെ നമുക്കൊരു ഫോർമാറ്റ് കിട്ടി. ഞാൻ അപ്പോൾ തന്നെ, കാരണം ഞാൻ ഉണ്ടായിരുന്നൊരു വകുപ്പാണ് അത്. അപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെട്ട് അവർ ഫോർമാറ്റ് വേണുവിന് കൊടുത്തു. ആ ഫോർമാറ്റ് അനുസരിച്ച് തന്നെയാണ് വയനാട് മാത്രമല്ല കേരളത്തിൽ അതിനുശേഷം ഉണ്ടായപ്പോൾ ഒത്തിരി പ്രകൃതി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ സഹായം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ 10 പൈസ നമുക്ക് തന്നിട്ടില്ല. നമ്മൾ അവിടെ തന്നെ ദുരന്ത സമയത്ത് സ്വാഭാവികമായി അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്തും. സൈന്യത്തിൻ്റെ സേവനം ലഭിച്ചു. ആ സൈന്യത്തിൻ്റെ സേവനത്തിന് പോലും അതിൻ്റെ പൈസ ചോദിക്കുക. എന്തൊരു മര്യാദ! അരി തന്നിട്ടുണ്ട് കേന്ദ്ര സഹായം, അതിനും പൈസ ചോദിക്കുക. അപ്പോൾ കേന്ദ്ര സഹായത്തിൻ്റെ ഭാഗമല്ലേ ഇതെല്ലാം, അവരുടെ ഉത്തരവാദിത്തമല്ലേ? മാത്രമല്ല കേരളത്തിനോട് എന്തായി അഭിഗണന? തൊട്ടടുത്ത പഞ്ചാബിന് കൊടുക്കാം, മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാം, ഒരു മാനദണ്ഡം നോക്കാതെ കൊടുക്കാം, പരിശോധിക്കാതെ കൊടുക്കാം. കേരളത്തെ സംബന്ധിച്ച് ഇതെല്ലാം പരിശോധിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. പക്ഷേ ഈ അവസാനം വന്നപ്പോൾ ഒരു നക്കാപ്പിച്ച പോലെ 200 ചില്ലാനം കോടി രൂപ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സിസ്റ്റത്തിനോടുള്ള വെല്ലുവിളിയാണ്. പക്ഷേ വികസനത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുക നമുക്ക് ലഭിക്കുന്നില്ല. സാമ്പത്തികമായി നമ്മളെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്ന അവസ്ഥയുണ്ട്. ഒപ്പമാണ് നമുക്ക് ഇത്രയും വരുന്ന ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ഒരു കേന്ദ്ര സർക്കാർ സഹായിക്കാത്തത്. അപ്പോൾ മാഷ് തുടക്കത്തിൽ പറഞ്ഞു, ഇത് രാഷ്ട്രീയമല്ല, ഫെഡറൽ തത്വങ്ങളനുസരിച്ച് ഒരു സർക്കാർ, കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാളാണ്, ദീർഘകാലം അനുഭവ പരിചയം ഉള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇത് രാഷ്ട്രീയമായി എടുക്കുന്ന ആരോപണത്തിന് അപ്പുറം രാഷ്ട്രീയമായി നേരിട്ട് വേണം. അതാണ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ തന്നെ അവിടെ കേരള ഹൗസിനടുത്ത് ജന്തർ മന്ദിറിൽ നമ്മൾ സമരം നടത്തി. ഡൽഹി കണ്ടിട്ടുള്ള എൻ്റെ രാഷ്ട്രീയ ജീവിതകാലത്ത് ഒരു മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന സമരം, സക്സസ്ഫുള്ളായ ഒരു സമരം, സ്റ്റാലിൻ ഉൾപ്പെടെ പിന്തുണ കിട്ടിയൊരു സമരമാണ് അന്ന് നടന്നത്. അത് പൊളിറ്റിക്കൽ അപ്രോച്ച്. അതേ സന്ദർഭത്തിൽ തന്നെ നമ്മൾ നിരന്തരമായി പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കുന്നുണ്ട്, ധനകാര്യമന്ത്രിയായിട്ട് സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കൊടുത്ത ബ്രേക്ക്ഫാസ്റ്റിൽ ധനകാര്യമന്ത്രി നമ്മുടെ ഗവർണറുണ്ടായിരുന്നു, പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഞങ്ങൾ കാണാൻ പോകുന്ന പല CM ഉൾപ്പെടെ ചെല്ലുമ്പോൾ എല്ലാ മന്ത്രി യു ആർ മോസ്റ്റ് സീനിയർ മോസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഇൻ ദ കൺട്രി എന്നൊക്കെ പറയുന്നു. പക്ഷേ നമുക്ക് സഹായം കിട്ടണ്ടേ? പറഞ്ഞാൽ പോരല്ലോ. അതിലുള്ളൊരു മാന്യത അവർക്ക് ഉണ്ടാവണം. മാഷ് ആദ്യഘട്ടത്തിൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. ഇപ്പോൾ നമുക്ക് പ്രഖ്യാപനം വന്നു. അപ്പോൾ വീണ്ടും ദില്ലിയിലൊരു പ്രതി എന്നുള്ള നിലയിൽ മാഷ് ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഇനി ആലോചിക്കുന്നത്? CM അതിൻ്റെ ഡയറക്ഷൻ CM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. CM അവിടെ വരുമ്പോഴൊക്കെ ഓരോരുത്തരെയും ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെടുന്നുണ്ട്, പ്രധാനമന്ത്രിയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, കൺസേൺഡ് മന്ത്രിമാരായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്മാറേണ്ട കാര്യമില്ല, കാരണം ഇത് ഒളിച്ചോടേണ്ട കാര്യമില്ല, നമ്മുടെ അവകാശമാണ്. നമുക്ക് ഭരണഘടന എഴുതി വെച്ചിട്ടുള്ള അവകാശം, ഫെഡറലിസത്തിലുള്ള അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികം കിട്ടുന്നത് വരെ നമ്മൾ നമ്മുടെ ശബ്ദം ഉയർത്തും. താങ്ക് യു മാഷെ.
മാഷാണ് പ്രതികരിച്ചത്. അദ്ദേഹം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട സജീവമായി ഇടപെട്ട ഒരാളാണ്. ഇക്കാര്യത്തിൽ നമ്മൾ പിന്നോട്ടില്ല, ഇത് നമ്മുടെ അവകാശമാണ്. ദില്ലിയിൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് തുടർ നടപടികളുണ്ടാവും. ഇക്കാര്യത്തിൽ പൂർണ്ണമായ അവഗണനയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് ഫെഡറൽ തത്വങ്ങളുടെ പൂർണ്ണമായ ലംഘനമാണ് തുടർച്ചയായി BJP കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് മുൻ കേന്ദ്രമന്ത്രിയും ദീർഘകാലം കേരളത്തെ പ്രതികരിക്കുന്ന MP-യും ഇപ്പോൾ കേരളത്തിൻ്റെ ദില്ലിയിലെ പ്രതിനിധിയുമായ KV തോമസ് മാഷ് കൈരളി ന്യൂസിനോട് പ്രതികരിക്കുന്നത്.